1941 ഡിസംബർ 7-ന് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബറിൽ ആക്രമണം നടത്തി. ജാപ്പനീസ് വിമാനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത അപ്രതീക്ഷിത ആക്രമണത്തിൽ US പസഫിക് കപ്പലിൽ ബോംബെറിഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ US അരിസോണ പോലുള്ള യുദ്ധക്കപ്പലുകൾ അഗ്നിക്കിരയായി. 2400-ലധികം അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒറ്റപ്പെടലിൻ്റെ എല്ലാ മിഥ്യാധാരണകളും തകർത്തുകൊണ്ട് ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ചു. അടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തു. അതിനെ അപകീർത്തിയിൽ ജീവിക്കുന്ന ഒരു തീയതി എന്ന് വിളിച്ചു. അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഔദ്യോഗികമായി ആഗോള സംഘർഷത്തിലേക്ക് അമേരിക്കയും പ്രവേശിക്കുകയാണ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രധാന വെല്ലുവിളി പസഫിക്കിലായിരുന്നു. അവിടെ ജപ്പാൻ വിശാലമായ പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തിരുന്നു. 1942 ജൂണിലെ മിഡ്വേ യുദ്ധത്തോടെ വേലിയേറ്റം ആരംഭിച്ചു. നാടകീയമായ ഒരു നാവിക ഏറ്റുമുട്ടലിൽ അഡ്മിറൽ ചെസ്റ്റർ നിമിറ്റ്സിന്റെ നേതൃത്വത്തിൽ US സേന 4 വിമാനവാഹിനി കപ്പലുകൾ മുക്കിക്കളയുകയും ജാപ്പനീസ് കപ്പലിനെ പതിയിരുന്ന് ആക്രമിക്കുകയും ചെയ്തു. ഈ വിജയം ജപ്പാന്റെ നാവിക ശക്തിയെ തളർത്തുകയും പസഫിക് യുദ്ധത്തിൽ ഒരു വഴിത്തിരിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. അവിടെ നിന്ന് ഗാഡൽ കനാൽ, ഇവോജിമ തുടങ്ങിയ തന്ത്രപ്രധാനമായ ദ്വീപുകൾ പിടിച്ചടക്കിക്കൊണ്ട് US അതിൻ്റെ ദ്വീപ് ഹോപ്പിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചു. ഓരോ യുദ്ധവും ക്രൂരമായിരുന്നു. സൈനികർക്ക് കടുത്ത പ്രതിരോധവും കഠിനമായ സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നു. ഇവോജിമ യുദ്ധത്തിൽ സുരിബാച്ചി പർവ്വതത്തിൽ പതാക ഉയർത്തുന്ന നാവികരുടെ പ്രതിരൂപമായ ചിത്രം അമേരിക്കൻ പ്രതിരോധത്തിൻ്റെ പ്രതീകമായി മാറി. അമേരിക്കയുടെ യുദ്ധപ്രവേശനത്തിലൂടെ തന്നെ പസഫിക്കിലെ യുദ്ധത്തിൽ അമേരിക്ക ജപ്പാനുമേൽ കാര്യമായ നിയന്ത്രണം സാധ്യമാക്കി. ഈ സമയം 1942 വേനൽക്കാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ അഭിലാഷങ്ങൾ വോൾഗ നദിയിലെ ഒരു സുപ്രധാന വ്യാവസായിക കേന്ദ്രമായ സോവിയറ്റ് നഗരമായ സ്റ്റാലിൻഗ്രാഡിലേക്ക് തിരിഞ്ഞു. നഗരം പിടിച്ചടക്കുന്നത് സോവിയറ്റ് സപ്ലൈ ലൈനുകളെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, നഗരം വഹിച്ചിരിക്കുന്ന ജോസഫ് സ്റ്റാലിന് പ്രതീകാത്മകമായ പ്രഹരമായി മാറുകയും ചെയ്യും. അതായത് സ്റ്റാലിൻ്റെ പേരാണ് സ്റ്റാലിൻഗ്രാഡ് നഗരത്തിനുള്ളത്. അതായത് സ്റ്റാലിൻഗ്രാഡ് പിടിച്ചെടുത്താൽ അത് സ്റ്റാലിനെ തോൽപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നു. ആ കാരണത്താൽ തന്നെ സ്റ്റാലിൻഗ്രാഡ് പിടിച്ചടക്കാൻ വളരെ നിർണായകമാണെന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കിയിരുന്നു. വിജയം അനിവാര്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജനറൽ ഫെഡറിക് പൗലോസിൻ്റെ നേതൃത്വത്തിൽ ഹിറ്റ്ലറുടെ സൈന്യം ആത്മവിശ്വാസത്തോടെ സ്റ്റാലിൻഗ്രാഡിലേക്ക് നീങ്ങി. വേനൽക്കാലത്തിൻ്റെ അവസാനത്തോടെ ജർമ്മനിയുടെ 6ാമത്തെ സൈന്യം സ്റ്റാലിൻഗ്രാഡിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെത്തി. ലുഫ്റ്റ്വാഫെ വിനാശകരമായ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിട്ടു. നഗരത്തിൻ്റെ ഭൂരിഭാഗവും അവശിഷ്ടങ്ങളാക്കി മാറ്റി. എന്നാൽ സോവിയറ്റുകൾ വാസിലി ചൂക്കോവിൻ്റെ നേതൃത്വത്തിൽ തങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ ഓരോ ഇഞ്ചും പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. പട്ടാളക്കാർ തെരുവുകളും കെട്ടിടം പണി പിന്നെ മുറികൾ തോറും പോലും യുദ്ധം ചെയ്യുന്ന ക്രൂരമായ നഗരയുദ്ധത്തിലേക്ക് ഈ യുദ്ധം പരിണമിച്ചു. ജർമ്മനി ക്രമാനുഗതമായി മുന്നേറി. പക്ഷേ സോവിയറ്റുകൾ സ്ഥിരതയോടെ നഗരത്തോട് പറ്റിപ്പിടിച്ചു. വോൾഗയ്ക്കപ്പുറം ഒരു ഭൂമിയില്ല എന്ന് ചൂക്കോവ് പ്രസിദ്ധമായി പറഞ്ഞു. എന്തു വില കൊടുത്തും നിലം പൊത്താൻ തൻ്റെ സൈന്യത്തെ അണിനിരത്തി. കഠിനമായ റഷ്യൻ ശൈത്യകാലം ആരംഭിച്ചപ്പോൾ വേലിയേറ്റം തുടങ്ങി. 1942 നവംബറിൽ സോവിയറ്റ് യൂണിയൻ ഓപ്പറേഷൻ യുറാനസ് എന്ന പേരിൽ ഒരു വലിയ പ്രത്യാക്രമണം ആരംഭിച്ചു. നഗരത്തിലെ നന്നായി പ്രതിരോധിക്കപ്പെട്ട ജർമ്മൻ സ്ഥാനങ്ങളെ ആക്രമിക്കുന്നതിന് പകരം റൊമാനിയൻ, ഇറ്റാലിയൻ സൈനികർ നിയന്ത്രിക്കുന്ന ദുർബലമായ അച്ചുതണ്ട് പാർശ്വങ്ങളെ അവർ ലക്ഷ്യമാക്കി. പദ്ധതി ഗംഭീരമായി പ്രവർത്തിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ സോവിയറ്റുകൾ ജർമ്മനിയുടെ 6ാമത്തെ സൈന്യത്തെ വളർന്നു അവരെ സ്റ്റാലിൻഗ്രാഡിനുള്ളിൽ കുടുക്കി. സപ്ലൈയിൽ നിന്നും ബലപ്പെടുത്തുന്നതിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട ജർമ്മൻ സൈന്യം ഒരു ഭീകരമായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചു. അത് പട്ടിണി, കടുത്ത താപനില എന്നിവയായിരുന്നു. നിരന്തരമായ സോവിയറ്റ് ആക്രമണങ്ങൾ ഇവരെ കഠിനമായ രീതിയിൽ ബാധിച്ചു. പിൻവാങ്ങാൻ അനുവദിക്കാതെ എന്തു വില കൊടുത്തും നഗരം കൈവശം വയ്ക്കാൻ ഹിറ്റ്ലർ പൗലോസിനോട് ഉത്തരവിട്ടു. എന്നാൽ 1943 ജനുവരി ആയപ്പോഴേക്കും സ്ഥിതി നിരാശാജനകമായിരുന്നു. ഒരിക്കൽ പ്രബലമായിരുന്ന 6ാമത്തെ സൈന്യം അതിൻ്റെ പഴയ നിഴലായി ചുരുങ്ങി. 1943 ഫെബ്രുവരി 2-ന് ഇപ്പോൾ ഷീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ച ജനറൽ പൗലോസ് തൻ്റെ കീഴടങ്ങൽ തടയാനുള്ള വൃഥാശ്രമത്തിൽ ആയുധം താഴെവെച്ചു. പൗലോസ് ഉൾപ്പെടെ 91,000-ത്തിലധികം ജർമ്മൻ സൈനികർ തടവുകാരായി. ഒരു ജർമ്മൻ ഫീൽഡ് മാർഷൽ ആദ്യമായി ജീവനോടെ പിടിക്കപ്പെടുന്നത് ഹിറ്റ്ലറിന് അപമാനവും സോവിയറ്റുകളുടെ വിജയവുമായി മാറി. ചരിത്രത്തിലെ ഏറ്റവും മാരകമായ യുദ്ധങ്ങളിലൊന്നാണ് സ്റ്റാലിൻഗ്രാഡിലെ യുദ്ധം. ഇരുവശത്തുമായി 2 ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അത് യുദ്ധത്തിൽ ഒരു വഴിത്തിരിവായി. ജർമ്മൻ മുന്നേറ്റം നിലച്ചു.
സോവിയറ്റുകൾ പടിഞ്ഞാറിലോട്ട് ബെർലിനിലേക്ക് നീണ്ട മുന്നേറ്റം ആരംഭിച്ചു. ഈ സമയം 1940 ജൂണിൽ ബെനിറ്റോ മുസോളിനിയുടെ കീഴിൽ ഇറ്റലി ബ്രിട്ടനും ഫ്രാൻസിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. വടക്കേ ആഫ്രിക്കയിൽ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടു. ഇറ്റാലിയൻ സൈന്യം ഈജിപ്തിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. പ്രദേശം പിടിച്ചടക്കുകയും സഖ്യകക്ഷികളുടെ സുപ്രധാന ജീവനാഡിയായ സൂയസ് കനാലിന്റെ ബ്രിട്ടീഷ് നിയന്ത്രണത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും ഇറ്റാലിയൻ 10ാം സൈന്യത്തെ തകർക്കുകയും 1,30,000 ഇറ്റാലിയൻ സൈനികരെ പിടികൂടുകയും ചെയ്തുകൊണ്ട് ധീരമായ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ കോമ്പസ് ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ തിരിച്ചടിച്ചു. ഇറ്റലിയുടെ പരാജയം ആസന്നമായെന്ന് തോന്നി. മുസോളിനി തന്റെ ജർമ്മൻ സഖ്യകക്ഷിയായ അഡോൾഫ് ഹിറ്റ്ലറെ അടിയന്തരമായി സഹായത്തിന് വിളിച്ചു. 1941 ഫെബ്രുവരിയിൽ ജർമ്മനിയുടെ മരുഭൂമിയിലെ കുറുക്കൻ എന്ന് വിളിപ്പേരുള്ള മിടുക്കനും കരിസ്മാറ്റിക് ജനറലുമായ എർവിൻ റോമലിന്റെ നേതൃത്വത്തിൽ ആഫ്രിക്ക കോർപ്സിനെ അയച്ചു. ധീരമായ ആക്രമണങ്ങൾ നടത്തുകയും നഷ്ടപ്പെട്ട പ്രദേശം തിരിച്ചുപിടിക്കുകയും ചെയ്തുകൊണ്ട് റോമൽ പെട്ടെന്ന് വേലിയേറ്റം മാറ്റി. മരുഭൂമിയിലെ യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം സഖ്യകക്ഷികൾക്കും അച്ചുതണ്ട് സൈനികർക്കുമിടയിൽ അദ്ദേഹത്തിന് ബഹുമാനവും ഭയവും നേടിക്കൊടുത്തു. റോമലിന്റെ സൈന്യം ബ്രിട്ടീഷുകാരെ ഈജിപ്തിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനായ എൽ അലമീനിലേക്ക് തള്ളിവിട്ടു. അവിടെ സഖ്യകക്ഷികൾ തങ്ങളുടെ നിലപാട് സ്വീകരിച്ചു. 1942 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ജനറൽ ബെർണാഡ് മോണ്ട്ഗോമെറി നിർണായകമായ രണ്ടാം എൽ അലമൈൻ യുദ്ധത്തിൽ സഖ്യകക്ഷികളെ നയിച്ചു. മികച്ച സഖ്യങ്ങളും സപ്ലൈകളും ഉപയോഗിച്ച് മോണ്ട്ഗോമെറിയുടെ സൈന്യം റോമലിനെ പരാജയപ്പെടുത്തി. ഇത് പ്രചാരണത്തിൽ ഒരു വഴിത്തിരിവായി. അച്ചുതണ്ട് ശക്തികൾ വടക്കേ ആഫ്രിക്കയിൽ ഉടനീളം അവരുടെ പിൻവാങ്ങൽ ആരംഭിച്ചു. അടുത്തത് ഓപ്പറേഷൻ ടോർച്ച് ആണ്. 2ാം ലോക മഹായുദ്ധത്തിലെ പ്രധാന സംഭവം. സഖ്യകക്ഷികളുടെ ആക്രമണം 1942 നവംബറിൽ സഖ്യകക്ഷികൾ ഓപ്പറേഷൻ ടോർച്ച് ആരംഭിച്ചു. മൊറോക്കയിലും അൾജീരിയയിലും ഒരു ഉഭയജീവി ആക്രമണം. അച്ചുതണ്ടിനോട് വിശ്വസ്തരായ വിച്ചി ഫ്രഞ്ച് സൈനികരുടെ ചെറുത്തുനിൽപ്പ് നേരിടുന്ന അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യങ്ങൾ തീരത്ത് ഇറങ്ങി. കഠിനമായ പോരാട്ടത്തിന് ശേഷം സഖ്യകക്ഷികൾ പ്രദേശം സുരക്ഷിതമാക്കുകയും ടുണീഷ്യയിലേക്ക് മുന്നേറാൻ തുടങ്ങുകയും ചെയ്തു. 1943 തുടക്കത്തിൽ അച്ചുതണ്ട് സൈന്യം സഖ്യകക്ഷികളാൽ ചുറ്റപ്പെട്ട ടുണീഷ്യയിൽ കുടുങ്ങി. ഇപ്പോൾ എണ്ണത്തിൽ കുറവും വിതരണം കുറവുമായ റോമലിന് തന്റെ നിലനിൽപ്പ് ഇനി പിടിച്ചു നിൽക്കാനായില്ല. 1943 മെയ് മാസത്തിൽ ശേഷിക്കുന്ന ആക്സിസ് സൈന്യം കീഴടങ്ങി. വടക്കേ ആഫ്രിക്കൻ ക്യാമ്പയിൻ സഖ്യകക്ഷികളുടെ വിജയത്തിൽ കലാശിച്ചു. മെഡിറ്ററേനിയൻ സുരക്ഷിതമാക്കുകയും ഇറ്റലിയുടെ അധിനിവേശത്തിന് വഴിയൊരുക്കുകയും ചെയ്ത ഈ പ്രചാരണം സഖ്യകക്ഷികളുടെ നിർണായക വിജയമായിരുന്നു. റോമലും മോണ്ട്ഗോമെറിയും യുദ്ധത്തിന്റെ ഇതിഹാസങ്ങളായി മാറിക്കൊണ്ട് ഇരുപക്ഷത്തെയും പ്രതിരോധശേഷിയും ചാതുര്യവും പ്രദർശിപ്പിച്ചു. 2ാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും ധീരവും നിർണായകവുമായ പ്രവർത്തനങ്ങളിലൊന്നാണ് 1944 ജൂൺ 6 നടന്ന നോർമണ്ടി ലാൻഡിംഗ് അഥവാ ഡി-ഡേ. മാസങ്ങളോളം സഖ്യകക്ഷികൾ നാസി അധിനിവേശ ഫ്രാൻസിന്റെ ആക്രമണം സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തു. ഓപ്പറേഷൻ ഓവർലോഡ് എന്ന രഹസ്യനാമം യൂറോപ്പിൽ കാലുറപ്പിക്കുകയും പടിഞ്ഞാറൻ യൂറോപ്പിന്റെ വിമോചനം ആരംഭിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. അധിനിവേശത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച് ജർമ്മനികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഓപ്പറേഷൻ ബോഡിഗാർഡ് എന്ന വൻ വഞ്ചനാ പ്രചാരണം ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്നു. ഹിറ്റ്ലർ പാസ് ഡി കലേഴ്സിൽ ഒരു ആക്രമണം പ്രതീക്ഷിച്ചപ്പോൾ സഖ്യകക്ഷികൾ നോർമണ്ടിയിലെ ബീച്ചുകൾ തിരഞ്ഞെടുത്തു. ജൂൺ 6 പ്രഭാതത്തിനു മുമ്പുള്ള മണിക്കൂറിൽ 101ാം എയർബോൺ ഡിവിഷനിൽ നിന്നും 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് സഖ്യകക്ഷികളുടെ പാരാട്രൂപ്പർമാരെ ശത്രു ലൈനുകൾക്ക് പിന്നിൽ ഉപേക്ഷിച്ചു. പ്രധാന പാലങ്ങളും റോഡുകളും സുരക്ഷിതമാക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ജർമ്മൻ ശക്തികളെ തടസ്സപ്പെടുത്തി രാത്രി അരാജകമായിരുന്നു. പല പാരാട്രൂപ്പർമാരും ലക്ഷ്യം കാണാതെ ഇറങ്ങി. പക്ഷേ അവരുടെ ശ്രമങ്ങൾ ജർമ്മൻ പ്രതിരോധക്കാർക്കിടയിൽ ആശയക്കുഴപ്പം വിതച്ചു. കടൽ തീരങ്ങളെ ആക്രമിക്കുന്ന വളരെ സങ്കുചിതമായൊരു യുദ്ധതന്ത്രമാണ് അലൈസ് ഫോഴ്സസ് ഉപയോഗിച്ചത്. നേരം പുലർന്നപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉഭയജീവി ആക്രമണം ആരംഭിച്ചു. ആയിരക്കണക്കിന് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പിന്തുണയിലൂടെ 1,56,000-ലധികം സഖ്യകക്ഷികൾ നോർമണ്ടി തീരത്തെ 5 ബീച്ചുകൾ ആക്രമിച്ചു. യൂട്ട, ഒമാഹ, ഗോർഡ്, ജൂനോ, വാൾ എന്നിവയായിരുന്നു ഈ 5 ദ്വീപുകൾ. ആദ്യം ഒമാഹ ബീച്ചിലെ ആക്രമണം നോക്കാം. ഏറ്റവും രക്തരൂഷിതമായ പോരാട്ടമാണ് ഇവിടെ നടന്നത്. ബങ്കറുകളിൽ വേരൂന്നിയിരുന്ന ജർമ്മൻ ഡിഫൻഡർമാരിൽ നിന്ന് അമേരിക്കൻ സൈന്യം കടുത്ത പ്രതിരോധം നേരിട്ടു.
സൈനികരുടെ തിരമാലകൾ മെഷീൻ ഗൺ തീയും തടസ്സങ്ങളും നേരിട്ടു. കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ടെങ്കിലും ഒടുവിൽ കടൽ തീരത്തെ സുരക്ഷിതമാക്കി. അടുത്ത യൂട്ടാ ബീച്ചിലാണ്. ഫലപ്രദമായ നാവിക ബോംബാക്രമണങ്ങളും അനുകൂലമായ വേലിയേറ്റങ്ങൾക്കും നന്ദി. അമേരിക്കൻ സേന കുറഞ്ഞ നഷ്ടങ്ങളോടെയാണ് ഈ പ്രദേശത്തിറങ്ങിയത്. അടുത്ത ഗോൾഡ്, ജൂനോ, വാൾ ബീച്ചുകളിലാണ്. ബ്രിട്ടീഷ് കനേഡിയൻ സേനകൾ ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിട്ടെങ്കിലും ഉൾപ്രദേശങ്ങളിലേക്ക് തള്ളിവിടാനും പ്രധാന പട്ടണങ്ങൾ പിടിച്ചെടുക്കാനും പാരാട്രൂപ്പന്മാരായി ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞു. ഇനി നോർമണ്ടി ലാൻഡിങ്ങിൻ്റെ അനന്തരഫലം നോക്കാം. യൂറോപ്പിൽ ഒരു കാൽവെപ്പായിരുന്നു സഖ്യകക്ഷികളുടെ വലിയ ലക്ഷ്യം. ആ കാര്യത്തിനു വേണ്ടിയാണ് അവർ നോർമണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്ത്. ദിവസാവസാനമായപ്പോഴേക്കും 10,000-ത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടും സഖ്യകക്ഷികൾ നോർമണ്ടിയിൽ ഒരു ബീച്ച് ഹെഡ് സ്ഥാപിച്ചു. ഈ ആക്രമണം നാസി ജർമ്മനിയുടെ അവസാനത്തിൻ്റെ തുടക്കമായി. സഖ്യസേന ഉൾനാടുകളിലേക്ക് തള്ളിവിടുകയും ഫ്രാൻസിനെ മോചിപ്പിക്കുകയും ബെർലിനിലേക്ക് മുന്നേറുകയും ചെയ്തു.